രേണുക, ഏത് മത്സരാർത്ഥികൾ, ഏത് ടീമിനെയാണ് ഇപ്പോൾ കൂടെ കൂട്ടിയിരിക്കുന്നത്? അതുലിയ, ഞാനിപ്പോൾ നിൽക്കുന്നത് പൂജപ്പുര സാംസ്കാരിക വേദിയിലാണ്. വേദി 12 മൂവാറ്റുപുഴയാർ. എന്നോടൊപ്പമുള്ളത് എന്റെ സ്വന്തം ജില്ല പത്തനംതിട്ട ജില്ലയിലുള്ള വിദ്യാർത്ഥികളാണ്. കോഴഞ്ചേരിയിലുള്ള ഒരു കൂട്ടം വിദ്യാർത്ഥികളാണ്. നാടൻപാട്ടാണ് നമ്മുടെ ഐറ്റം. പത്തനംതിട്ട ജില്ലയുടെ ഒരു കലാരൂപമാണ് പടയണി. പടയണി കാണാത്തവർക്കും അല്ലെങ്കിൽ പടയണി പാട്ട് എന്താണെന്ന് അറിയാത്തവർക്കും വേണ്ടി ഒരു നാടൻ പാട്ട് രൂപത്തിൽ കുട്ടികളുടെ ഒരു പടയണി നാടൻ പാട്ട് തന്നെ അവതരിപ്പിക്കാൻ പോവാണ്. അപ്പൊ നമുക്ക് തുടങ്ങിയാലോ? വളരെ ആവേശത്തോടെ കുട്ടികൾ ഇവിടെ ഒരു പടയണി കോൺസെപ്റ്റ് അല്ലെങ്കിൽ പടയണി വിഷയത്തെ ആസ്പദമാക്കിയ ഒരു നാടൻ പാട്ടാണ് എല്ലാവർക്കും, പ്രേക്ഷകർക്ക് എല്ലാവർക്കും വേണ്ടി എത്തിച്ചിരിക്കുന്നത്. ഏറ്റവും എടുത്തു പറയേണ്ടത് നമ്മുടെ കൂടെ ഒരാളും കൂടെ ഉണ്ട്. താഴെ ഇരിക്കുന്നതുകൊണ്ട് നമ്മൾ കാണുന്നില്ലെന്നേ ഉള്ളൂ. അവനാണ് എല്ലാ കൊട്ടും കാര്യങ്ങളും എല്ലാം പുള്ളിക്കാരൻ്റെ കൈ കൂടാണ്. അപ്പം ഒരു ചൂട് കൊടുക്കേണ്ടതുണ്ടായിരുന്നു ആ തപ്പിന്. അതിൻ്റെ ഒരു ഇത് മാത്രമാണ് കുട്ടികൾ എന്നോട് പറഞ്ഞത്. ചൂടില്ലാത്തതുകൊണ്ട് തപ്പിന് ശബ്ദമില്ലായിരിക്കുമെന്ന്. എന്നാലും വളരെ ഗംഭീരമായ രീതിയിൽ എന്തായാലും രേണുകയ്ക്കൊപ്പമുള്ള കുട്ടികൾ ആ ഒരു പടയണി താളത്തിലുള്ള ഒരു നാടൻ പാട്ട് വ്യത്യസ്ത അനുഭവം തന്നെയായിരുന്നു. പത്തനംതിട്ടക്കാർ കൂടിയാണ്. രേണുകയ്ക്ക് ഇരട്ടി സന്തോഷമാണെന്ന് തോന്നുന്നു. എന്തായാലും ഇപ്പോൾ രേണുക കൂടുതൽ അതിഥികളുമായി അവിടെ തയ്യാറായി നിൽക്കുക. നമുക്ക്